الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സമാധാനനായ യോഗാധ്യക്ഷൻ, യമഹത്തായ വേദിയുടെ ഔപചാരികമായി നിർവഹിച്ച ബഹുമാന്യ ഉസ്താദ് സിംബാക്കുകയും നമ്മോട് ഇതുവരെ വളരെ ഭംഗിയായി വിഷയാവതരണം നടത്തിയ ഉസ്താദ് ടി കൃതാരമി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സവരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകമെമ്പാടും ഈ സംരംഭം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പ്രേക്ഷകരെ, നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നന്മയുടെ വാഹകരായി തിന്മയുടെ വിരോധികളായി ജീവിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇനിയൊരു പ്രഭാഷണത്തിന് പറ്റിയ സമയമല്ല. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നാം കാത്തിരുന്നത്, ഇനിയും വരുമെങ്കിൽ കാത്തിരിക്കുന്നത് തെറ്റിദ്ധരിച്ചുപോയ ആളുകളെയാണ്. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള പുത്തൻ പ്രസ്ഥാനത്തിൽപ്പെട്ട ആരെങ്കിലും സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിനിയും അവസരം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ നീണ്ടൊരു പ്രഭാഷണം ഇനിയിവിടെ ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അഭിനനായി ദാരിമി ഉസ്താദ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ ഒരു ആവശ്യം ഇവിടെയില്ല. എന്താണ് തബ്ലീഗ് ജമാഅത്ത് എന്നും എന്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിനെ നാം എതിർക്കുന്നതെന്നുമൊക്കെ ഇവിടെ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു വിഷയമാണ് തബ്ലീഗ് ജമാഅത്ത്. കണ്ടാൽ ദൂരം തന്നെ ചിരി തുടങ്ങും, തലയിക്കെട്ടിന്റെ വാല് താഴെത്തിയിട്ടുണ്ടാകും, നീളത്തിൽ കണ്ടാൽ ഒരു നീളത്തിൽ സലാം പറയും, ചായ വേണോ വെച്ചാൽ വേണ്ട, ചായ വേണ്ട, ഞങ്ങൾക്ക് സ്റ്റൗവുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി കുടിച്ചോളാം എന്ന് പറയും. അങ്ങനെ ആളുകളെ വശീകരിക്കാനുള്ള എല്ലാ തന്ത്രവുമായി നടക്കുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. പക്ഷെ അടുത്ത് ഇടപെടുമ്പോഴാണ് ഈ സാധനം തിരിച്ചറിയാൻ കഴിയുക. ആളുകളുടെ മുമ്പിൽ ചോദിക്കും, ഞങ്ങൾ ദഅവത്തല്ലേ ചെയ്യുന്നത്? കുന്തും ഖൈറ ഉമ്മ, അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. ഉഖ്രിജത ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന തിന്മയെ വിരോധിക്കുന്ന ആളുകളായി മാറണമെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? അതല്ലേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. കേൾക്കുമ്പോൾ തോന്നിപ്പോവും, ശരിയാണല്ലോ, അവർ നല്ലതിങ്ങനെ പറഞ്ഞു നടക്കല്ലേ. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്ത് എന്തെന്ന് മനസ്സിലാക്കാൻ അവരുടെ പുസ്തകങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അവരിലേക്ക് നാം അടുത്തിടപെടുമ്പോൾ അറിയാം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എതിർക്കുന്ന രീതിയാണ് തബ്ലീഗ് ജമാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയായ വഹാബിസത്തിന്റെ മറ്റൊരു പകർപ്പാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പക്ഷേ അത് അറിഞ്ഞോളൊന്നുമില്ല.
അവർക്കിതെന്താണ് തബ്ലീഗ് ജമാഅത്ത് എന്നറിയാതെ കേവലം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രബോധക സംഘം എന്ന് മാത്രമേ അവരൊരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തബ്ലീഗ് ജമാഅത്തിന്റെ പിന്നാലെ പോകുന്നത്? പിന്നെ ചില ആളുകളോ ഞങ്ങൾക്കതൊന്നും അറിയില്ല, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനായി വേദി ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, ഞങ്ങൾക്ക് നേതാക്കന്മാരറിയാത്തോണം ആ നേതാക്കന്മാരെ മനസ്സിലാക്കാനാണ് ഈ വേദി ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, ഞങ്ങൾക്ക് ആ നേതാക്കന്മാരെ വാദമല്ല ചില ആൾക്കാരും. എന്നാ പിന്നെ ആ പ്രസ്ഥാനത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ദഅവത്ത് നടത്താൻ എന്തൊക്കെ മാർഗമുണ്ട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ദഅവത്തല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ. ഇവര് കാരണമായിട്ട് എത്ര ആളുണ്ടാകും? ഒരു മഹലിൽ 1-2 ആളുകള് നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും, ബാക്കി പള്ളിയിൽ 19 ആൾ നിസ്കരിക്കുന്നുണ്ട്. അത് ചർച്ചല്ല. കണ്ടോ, ഞങ്ങൾ കാരണമായിട്ട് അയാൾ നിസ്കാരം തുടങ്ങിയില്ലേ? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ നിസ്കാരം തുടങ്ങിയിട്ടില്ലേ? നിങ്ങളുള്ളത് കേരളത്തിനേക്കാളുള്ള പ്രദേശമാണല്ലോ ഉത്തരേന്ത്യ. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? എന്നാൽ കേരളീയ മുസ്ലിമീങ്ങളെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് തബ്ലീഗ് ജമാഅത്തിനെ കൊണ്ടല്ല, പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം കൊണ്ടാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ കേരളത്തിൽ എത്ര മഹല്ല് തബ്ലീഗ് ജമാഅത്തുണ്ട്? കേരളത്തിൽ എത്ര മഹലുകളിൽ തബ്ലീഗ് ജമാഅത്തുണ്ട്? അപൂർവം ചില മഹലുകളിലെ തബ്ലീഗ് ജമാഅത്തുള്ളൂ. ബാക്കിയുള്ള മഹൽ നിസ്കാറിലെ ഉണ്ട്, നോമ്പിലെ ഉണ്ട്, സക്കാത്തിലെ ഉണ്ട്, ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലുണ്ട്. അത് തബ്ലീഗ് ജമാഅത്ത് കൊണ്ടാ? അല്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പോയി ഇസ്ലാമിക ദഅവത്ത് നടത്താനാണോ? അതിനും ഒരു സംവിധാനമല്ലേ? സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കീഴിൽ ഇബാദ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. പക്ഷേ ഞങ്ങൾ ആരും കൊട്ടിഘോഷിക്കാറില്ല, ഞങ്ങൾ പറഞ്ഞു നടക്കാറില്ല. അതിന്റെ കീഴിൽ അൽഹംദുലില്ലാ എത്ര ആളുകളാ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇന്നലെ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ തിരുവൂരിൽ ചെന്ന് നോക്കൂ, തസ്കിയത്ത് കോൺഫറൻസ് എത്ര ഭംഗിയായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ പറയുന്നതിലേറെ ഇസ്ലാമികമായ ദഅവത്ത് ആരെയും വേദനിപ്പിക്കാതെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധമായ ഇബാദിന്റെ കീഴിലൂടെ. പിന്നെന്തിനാണ് തബ്ലീഗ് ജമാഅത്ത്? എന്തിനാണ് തബ്ലീഗ് ജമാഅത്ത്? തബ്ലീഗ് ജമാഅത്തിൽപ്പെട്ടവർ പറയുന്ന രീതിയാണത്. ഞങ്ങൾക്കതറിയില്ല, ഞങ്ങൾക്ക് ആ നേതാക്കന്മാരോട് ബന്ധമില്ല. പിന്നെ എന്തിനാ അതിന്റെ പിന്നാലെ നടക്കുന്നത്? അള്ളാഹുവിന്റെ ദീനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയാണ് മനസ്സുള്ളതെങ്കിൽ പൂർവികർ കാണിച്ചൊരു മാർഗമുണ്ട്, പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ആ മാർഗത്തെ ആയിരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗവും നന്നായിരിക്കണം. ഒരാള് എനിക്ക് സ്വർഗത്തിൽ പോകണം, എന്നാൽ എന്താ ഞാൻ കള്ളുടിക്കുന്നു, എന്താ ഞാൻ സ്വർഗത്തിൽ കിടക്കാനാണ്, ലക്ഷ്യമൊക്കെ നന്നോ സ്വർഗത്തിൽ കിടക്കാനാണ്, പക്ഷെ ചെയ്യുന്ന പണി എന്താ? കള്ളുടിക്കലാണ്. പോരാ, ലക്ഷ്യവും നന്നാകണം, മാർഗവും നന്നാവണം. മാർഗം ശരിയാകാതെ ലക്ഷ്യം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ലക്ഷ്യം ശരിയാകണമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് സ്വീകരിക്കുന്ന രീതിയും മാർഗവും ശരിയായിരിക്കണം. പൂർവികരുടെ മാർഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അവർ ചെയ്യുന്ന ആശയങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു രീതി സ്വീകരിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അറിയാതെ പെട്ടുപോയവരെ, തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഞാൻ ആക്ഷേപിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല. അവരോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ പാവങ്ങളാണ്, അറിയാതെ പെട്ടുപോയവരാണ്. അടുത്തിടപഴകിക്കഴിഞ്ഞാലല്ലേ അവർ അവസ്ഥ അറിയുള്ളൂ. പാവങ്ങളായ ആളുകൾ, സാധുക്കളാണ് അവർ. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കണം. നിങ്ങൾ ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇസ്തിഗാസയെ എതിർക്കുന്നു. ഇസ്തിഗാസ എതിർക്കുക എന്ന് പറഞ്ഞ എത്ര തെറ്റായ കാര്യമാണത്. പൂർവികർ കാണിച്ചൊരു മാർഗം, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു മാർഗം, സ്വഹാബത്ത് കാണിച്ചൊരു മാർഗം, അതിനെ എതിർക്കുക എന്നുള്ളത് അവരൊക്കെ തെറ്റ് ചെയ്തു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തലല്ലേ? എത്ര വലിയ തെറ്റാണത്. ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങളായ ആളുകൾ പറയേണ്ടി വരില്ലേ? അവരൊക്കെ മുശ്രിക്കുകളാണ്, അവരൊക്കെ കാഫറുകളാണ്, ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ് പറയേണ്ടി വരില്ലേ? എത്ര ഗുരുതരമാണിത്. ഇതൊന്നും ചിന്തിക്കാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തബ്ലീഗ് ജമാഅത്താണ്, എനിക്ക് എതിർപ്പൊന്നുമില്ല, ഞാൻ അറിയൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമായോ? എത്ര ഗൗരവമുള്ള ആശയമാണിത്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കാണിച്ചൊരു മാർഗത്തെ, അല്ലാഹുവിന്റെ പരിശുദ്ധരായ സ്വാലിഹീങ്ങൾ കാണിച്ചൊരു മാർഗത്തെ, അതൊക്കെ ശിർക്കും കുഫറുമാക്കി ചിത്രീകരിക്കൽ എത്ര വലിയ തെറ്റാണത്. അല്ലാഹുവിന്റെ അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം തരുന്ന ശിർക്കാണോ? അങ്ങനെയാണെങ്കിൽ പറയേണ്ടി വരില്ലേ? സ്വഹാബാക്കിറാം അവരൊക്കെ മുശ്രിക്കുകളാണ്, ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണെന്ന് പറയേണ്ടി വരില്ലേ? കണ്ടില്ലേ നിങ്ങൾ? മദീനത്ത് മഴയില്ല, വെള്ളമില്ല, സഹാബത്ത് പ്രയാസ സമയത്തിന് ഹദ്റത്തിലേക്ക് വന്നില്ലേ? ഓടി വന്നുകൊണ്ട് നബിയോട് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, നബിയേ മഴയില്ല, വെള്ളമില്ല,
വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസ്ലി. നബിയെ, കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ലെന്ന് മാത്രമല്ല, ഞങ്ങളെ പിഞ്ചോമന മക്കൾക്ക് കുടിക്കാൻ ഉമ്മയുടെ മുലപ്പാൽ വെള്ളമില്ല നബിയേ, പാലില്ല നബിയേ, ഒരിറ്റി കുടിക്കാൻ പാല് പോലുമില്ല നബിയേ. നിങ്ങൾക്കാരോടാണ് സങ്കടം പറയാൻ? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. മുത്തുനബിയെ, അങ്ങയുടെ അടുക്കലേക്കല്ലാതെ ഓടി വരാൻ ഞങ്ങൾക്കൊരാളില്ലല്ലോ. വൈന ഫിറാറുൻ നാസ് ഇല്ലാ ഇലർ റുസ്ലി. യാ റസൂലല്ലാഹ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അങ്ങയുടെ അടുക്കലേക്കല്ലാതെ, പ്രവാചകരുടെ അടുക്കലേക്കല്ലാതെ എവിടേക്കാണ് ജനങ്ങളോട് ചെല്ലുക? ആരോടാ സങ്കടം പറയുന്നത്? മഴയില്ലാത്ത, വെള്ളമില്ലാത്ത കട്ടപ്പാടിന്റെ ആ കഥകൾ ആരുടെ മുമ്പിലാ വിവരിക്കുന്നു? ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ. എന്തേ അല്ലാഹു റസൂൽ പറഞ്ഞത്? അതൊക്കെ ശിർക്ക, അതൊക്കെ കുഫ്റാണ്. മഴയില്ലേ, വെള്ളല്ലേ, അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചോ, അതൊക്കെ എന്നോട് ചോദിക്കുന്ന ശിർക്കാന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് മഴ വാങ്ങിക്കൊടുത്തില്ലേ, വെള്ളം വാങ്ങിക്കൊടുത്തില്ലേ? ഒരു വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് പെയ്തു തുടങ്ങിയ മഴ പിറ്റത്തെ വെള്ളിയാഴ്ചയായിട്ടും നിൽക്കുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നതേ വ്യക്തിയോട് വരുന്നു, നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങാണല്ലോ മഴ വാങ്ങിത്തുന്നത്, മഴ നിൽക്കുന്നില്ല നബിയെ, അങ്ങയോടല്ലാതെ മറ്റൊരാളോട് പറയാനില്ല. ഉടൻ തന്നെ അല്ലാഹുവിൻ റസൂൽ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, മഴ നിർത്തിക്കൊടുക്കുന്നു, മഴ വാങ്ങിക്കൊടുക്കുന്നു റസൂലുള്ളാഹ്, മഴ നിർത്തിക്കൊടുക്കുന്നു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയേണ്ടി വരില്ലേ ആ സഹാബത്ത് കാഫറാണെന്ന്? ആ സഹാബത്ത് മുശ്രിക്കാണ് പറയേണ്ടി വരില്ലേ? ഇത് പറയരുതല്ലേ നമ്മൾ പറയുന്നത്? ഇത് പറയുന്ന വിഭാഗത്തിൽ കൂടരുത്. അത് ഗുരുതരമാണ്, വളരെ ഗൗരവമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, ആയിഷ ബിവിയോട് സങ്കടം പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് അവലാദ് പറയുകയാണ്, ആയിഷമ്മ, മഴയില്ലല്ലോ, വെള്ളമില്ല, കുടിക്കാനൊരിറ്റു വെള്ളമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി സങ്കടം പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത്, വന്ന സഹാബാക്കളോട് പറഞ്ഞു, മഴയില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ എന്നോട് ചോദിച്ചുകൂടാ, എന്നോട് സങ്കടം പറഞ്ഞുകൂടാ, നിങ്ങൾ അല്ലാഹുവിനോട് നേരിട്ട് ചോദിച്ചോ? പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹ വന്ന സഹാബാക്കളോട് പറയുന്നതേ കിടക്കുന്നു റസൂലുള്ളാഹിന്റെ ഖബറല്ലേ കാണുന്നത്? ഉൻദുറൂ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദേ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ഖബറല്ലേ കാണുന്ന, അവിടേക്ക് നിങ്ങൾ ചെല്ലുക. അല്ലാ യകൂന ബൈനഹു ബൈനസ് സമാഇ സഖഫൻ, ആ ഖബറിൽ പോയിക്കൊണ്ട് നിങ്ങൾ ദ്വാരമുണ്ടാക്കണം, എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് സങ്കടം പറയണം. അങ്ങനെ സങ്കടം പറഞ്ഞാൽ നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. സഹാബത്ത് പോയില്ലേ? സഹാബത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ചെയ്തില്ലേ? മഴ ലഭിച്ചില്ലേ? മഹത്തുക്കളായ പണ്ഡിതന്മാർ ഹദീസിന്റെ കിതാബ് രേഖപ്പെടുത്തിയില്ലേ? എത്ര സംഭവങ്ങൾ! ഒന്നും രണ്ടൊന്നുമല്ലല്ലോ, എത്ര സംഭവങ്ങൾ. മറ്റു സംഭവം നോക്കൂ നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് ജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിന്റെ ഖബറിലേക്ക് ഒരാൾ വരികയാണ്. ആരാണ് വന്ന ആള്? സ്വഹാബിയാണ്. ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു, അഹദുസ് സ്വഹാബ, സഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് വരികയാണ്. ആരാണ് രാജ്യം ഭരിക്കുന്നത്? ഉമർ റളിയല്ലാഹു രാജ്യം ഭരിക്കുന്ന സമയമാണ്. മദീനത്ത് മഴയില്ല, വെള്ളമില്ല. മുത്തനബിന്റെ ഖബറിലേക്ക് വരികയാണ്. പുണ്യനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തനബിയെ, ഇസ്തസ്കലിയും മത്തിക്ക യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങയുടെ സമുദായത്തിന് വേണ്ടി അങ്ങ് മഴയെ തേടണം. ഇന്നഹും ഖദ് ഹലകൂ, മുത്തനബിയെ, അങ്ങയുടെ സമുദായം മഴയില്ലാതെ, വെള്ളമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കട്ടപ്പാടിലാണ്, പ്രയാസത്തിലാണ്. ആരോടാ പറയുന്നത്? ഖബറിൽ കിടക്കുന്ന ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് പറയുന്നു, ഖബറിൽ കിടക്കുന്ന നബിയോട്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ ചെയ്തത്? ഖബറിൽ കിടക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന സഹാബിയോട് സ്വപ്നത്തിലൂടെ നിർദ്ദേശം കൊടുക്കുകയാണ്, നീ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലണം, ഉമർ റളിയല്ലാഹുവിനോട് എന്റെ സലാം പറയണം, ഉമറിനോട് ഭരണത്തിലേക്കൊന്ന് മിതത്വം പാലിക്കാൻ പറയണം, മഴ ലഭിക്കുമെന്നുള്ള സന്തോഷ വാർത്തയും അറിയിക്കണം. ആരാണിത് പറയുന്നത്? ഖബറിൽ കിടക്കുന്ന ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഈ വന്ന സ്വഹാബി ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മസ്നി റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുന്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക്. ഉമർ റളിയല്ലാഹുവിനോട് പോയിട്ട് പറയാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങാന്നാണ് വരുന്നത്. ഇവരൊക്കെ പറയുന്നത് റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോകൽ, അമ്പിയാക്കളെ ഖബറിങ്ങ പോകൽ, ഔലിയാക്കളെ ഖബറിങ്ങ പോകൽ, അവിടെ പോയി സഹായം തേടൽ ഖബർ പൂജയാണ്, ശിർക്കാണെന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാ ചെല്ലുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവം ഒക്കെ അറിയാലോ, ശിർക്കൊന്നും ചെയ്യണ്ട, ഹറാം ചെയ്യണ്ട, കറാഹത്ത് കണ്ടാൽ അതിൽ പോലും വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവക്കാരാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനടുക്കൽ ചെന്നിട്ടാ പറയുന്നത്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങാ വരുന്നത്. ഇവരുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഞാൻ ഖബർ പൂജ കഴിഞ്ഞിട്ടാ വരുന്നത്. എന്തായിരിക്കും ഉമർ റളിയല്ലാഹുവിന്റെ പ്രതികരണം? നിങ്ങൾക്കറിയില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുഅത്തിന്റെ കുത്തേറ്റ് കിടക്കുന്ന സമയം, സുബ്ഹാനല്ലാഹ്, രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ വരികയാണ്, ഉമർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഉമറേ, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് പേടിക്കണ്ട, ദുഃഖിക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ, അങ്ങ് മുത്തുനബിയുമായി കൊണ്ട് സഹവസിച്ച മഹാനാണല്ലോ, സിദ്ദീഖ് തങ്ങളുമായി സുഹബത്തുണ്ടായ മഹാനാണല്ലോ, എന്തിനാണ് അങ്ങ് പേടിക്കുന്നത്? ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു സഹാബി ഇത് കേട്ടോടി വന്ന ആളാണ്. മഹാനായ ഉമർ റളിയല്ലാഹുവിനെ കുത്തേറ്റു എന്ന് കേട്ടപ്പോ തന്റെ വസ്ത്രം നോക്കിയിട്ടില്ല, ഓടി വരുന്നതിനിടയ്ക്ക് തന്റെ വസ്ത്രം നെരിയാണിന്റെ താഴോട്ടിറങ്ങിപ്പോയിരുന്നു. അത് മഹാനവർ ശ്രദ്ധിച്ചിരുന്നില്ല. നമ്മളെപ്പോലെ അഹംഭാവം കൊണ്ടോ കിബർ കൊണ്ടോ നെരിയാണിന്റെ താഴോട്ട് ഇറങ്ങിപ്പോയതല്ല, മറിച്ച് ഉമർ റളിയല്ലാഹുവിനെ കുത്തേറ്റ് കിടക്കുന്നത് കേട്ടപ്പോൾ സഹാബി തന്റെ തുണിയെ നോക്കിയില്ല, തന്റെ വസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷേ മഹാനായ ഉമർ റളിയല്ലാഹുവിനെ വെട്ടേറ്റ് കിടക്കുന്ന സമയമാണ്, മരണത്തിന്റെ സമയമാണ്. തന്റെ അടുക്കലേക്ക് വരുന്ന സഹാബിയുടെ തുണിയിലേക്ക് നോക്കുകയാണ്, വസ്ത്രം ധരിച്ച രൂപത്തിലേക്ക് നോക്കുമ്പോ നെരിയാണിന്റെ താഴോട്ടിറങ്ങി രംഗം കണ്ടപ്പോൾ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ പ്രാണത്തിൽ ചാടിയണീക്കുന്നു, പറയുന്നു, കയറ്റടാ തുണി. അതാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ് ഞാൻ ഖബറിന്റെ അരികെന്നാ വരുന്നത്, റസൂലുള്ളാഹിനോട് സഹായം തേടിയിട്ടാ വരുന്നത്, ഈ സങ്കടം പറയുന്നത്. ഉമർ റളിയല്ലാഹു എന്ത് പറയണം? ഖബർ പൂജയും കഴിഞ്ഞ് ശിർക്ക് ചെയ്തിടത്തേക്ക് വരെ ഇത്ര മഴ കിട്ടുന്നു, ഊരൂലെ വാള് വെട്ടൂലേ തല, ചെയ്തില്ല. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു കരഞ്ഞുപോയില്ലേ? അത് സമ്മതിച്ചു കൊടുത്തില്ലേ? പണ്ഡിതന്മാരൊക്കെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ലേ? പറയേണ്ടി വരില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയാതെ തെറ്റിദ്ധരിച്ചു പോയവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, മഹാനായ ഉമർ റളിയല്ലാഹുവിനെ ശിർക്കിന് കൂട്ടു ചെയ്തു, അതല്ലെങ്കിൽ ഖബർ പൂജക്ക് കൂട്ടുന്നുണ്ടോ എന്ന് പറയേണ്ടി വരില്ലേ? എത്ര ഗുരുതരമാണിതൊക്കെ, എത്ര വലിയൊരു മാരകമായ ഒരു ആരോപണമാണിതൊക്കെ. ഇത് വേണ്ടാന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ഇനി എവിടെ നിങ്ങോട്ട് പോരും നിങ്ങൾ? മഹാനായ സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആരാണവരൊക്കെ? എന്താണ് അവരുടെ പാണ്ഡിത്യമൊക്കെ? അവരുടെ ഇൽമിന്റെ ഒരു അംശം പോലും നമ്മുടെ കയ്യിലുണ്ടോ? അബൂ ഹനീഫ തങ്ങൾ പോയില്ലേ റസൂലുള്ളാഹിന്റെ ഖബറങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടിയില്ലേ? യാ റസൂലല്ലാഹ് യാ അക്റമ ഫഖലൈനി യാ കൻസൽ വറ ജിദ്ലി ബിജൂദിക വഅ്നി ബിർളാക. ആരോടാ സങ്കടം പറയുന്നത്? ഖബറിൽ കിടക്കുന്ന മുത്തുനബിയോട് മഹാനായ സയ്യിദുനാ അബൂ ഹനീഫ തങ്ങൾ കരഞ്ഞുകൊണ്ട് സങ്കടം പറയുകയാണ്. പറഞ്ഞ അവസാനം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വലം യകുൽ അബൂ ഹനീഫ, നബിയേ അബൂ ഹനീഫക്കില്ലല്ലോ നബിയേ, ഫിൽ അനാമി സിവാക, അങ്ങല്ലാതെ സങ്കടം പറയാൻ, എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുകൊണ്ട് പറയാൻ അങ്ങല്ലാതെ മറ്റൊരാളില്ലല്ലോ നബിയേ, കുട്ടികൾക്കൂട്ടത്തിൽ അങ്ങല്ലാതെ വേറെ ആരാണ് എനിക്കുള്ളത് നബിയേ? ആരോടാ പറയുന്നത്? ഖബറിൽ കിടക്കുന്ന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയേണ്ടി വരില്ലേ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു
ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ്, കാഫറാണ്, മുശ്രിക്കാണ്. മഅദല്ലാഹ്. കഴിഞ്ഞില്ലല്ലോ. പൂർവികർ ഓരോരുത്തർ ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. അവരൊക്കെ ഈ പറയുന്ന ഖബറിന്റെകൾ പോയി ഇസ്തിഗാസ നടത്തിയവരല്ലേ? അല്ലാഹുവിന്റെ അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം തേടിയവരല്ലേ? പറയേണ്ടവരല്ലേ? ഉള്ള വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ ആ കടിഞ്ഞുപോയവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫറുകളാണ്, ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ്. മഅദല്ലാഹ്. ആരായിരുന്നവരൊക്കെ? ഇനി എന്തിനേറെ കേരളം കണ്ട മഹാനല്ലേ സയ്യിദുനാ ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹു. ഉമറുൽ ഖാളിക്ക് നടത്തിയ ദഅവത്തിന്റെ 100% ഈ കുട്ടി നടത്തിയിരുന്നു. ഉമറുൽ ഖാളിക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി എത്ര കഠിനാധ്വാനമാണ് ചെയ്തത്. എന്തായിരുന്നു അവിടുത്തെ പാണ്ഡിത്യം? ആ ഉമറുൽ ഖാളി റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ടില്ലേ? കരഞ്ഞിട്ടില്ലേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടിയില്ല നബിയേ, യാ കിറമൽ ഖുറമ അലൈതബിക ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബിക മജഫദൻ സലമിന്നൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മൽക്കാദ് റസൂലുള്ളാഹിനെ ഖബറിൽ ചൊല്ലുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോട് സങ്കടം പറയുന്നു. പറയേണ്ടിവരില്ലേ ഉമറുൽ കാഫിറാണ്? ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ പുസ്തകത്തിൽ പോലും എഴുതി വെച്ചിട്ടില്ലേ ഉമറുൽ റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയ സംഭവത്തെക്കുറിച്ചും റൗള തുറന്നു കൊടുത്ത സംഭവത്തെക്കുറിച്ചുമൊക്കെ ജമാഅത്തെ ഇസ്ലാം പോലും എഴുതി വെച്ചിട്ടില്ലേ? ഇവിടുത്തെ വഹാബികൾ സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടില്ലേ? പറയാൻ പറ്റുമോ ഉമറുൽ ഈ കാഫിറുകളെ കൂട്ടത്തിലാണ്, മുശ്രിക്കുകളാണ്? പറയേണ്ടി വരില്ലേ? ഇവരുടെയൊക്കെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയേണ്ടി വരില്ലേ? നമുക്കറിയില്ലേ ശൈഖുനാ ശംസുൽ ഉലമ, അല്ലാഹു ഇവിടുത്തെ പ്രജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എന്തായാലും ഇവിടുത്തെ പാണ്ഡിത്യം ജമാഅത്തെ ഇസ്ലാമിൽ പുസ്തകം എഴുതിയപ്പോൾ 101 മഹാന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞൊരു മഹാനാരാണ് ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദാ. ശംസുൽ ഉലമയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തുന്നല്ലോ, നിങ്ങൾ അറിയുന്ന ആളാണ്. എന്തായിരുന്നു അവിടുത്തെ പാണ്ഡിത്യം? ഗൾഫിലെ മഹാപണ്ഡിതന്മാർ കേരളത്തിലേക്ക് വന്നപ്പോ ശംസുൽ ഉലമയെ കണ്ടപ്പോ മാറി നിന്നില്ലേ അതോടുകൂടെ? ശംസുൽ ഉലമയുടെ വളഞ്ഞ വടിയുണ്ട്, ആ വടിയെടുക്കുന്നു, ആ വടിയെ തുരുവിരാ ചുംബിക്കുകയാണ്. ആളുകൾ ചോദിച്ചില്ലേ എന്താണ് വടി ചുംബിക്കുന്നത്? മറുപടി എന്താണ്? ശംസുൽ ഉലമയുടെ കൈ പിടിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല. കാരണം ശംസുൽ ഉലമ കേരളത്തിന്റെ പണ്ഡിതനല്ല, ആലിമുൽ ആലം, ലോകത്തിന്റെ പണ്ഡിതനാണ്. ആര്? ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദാ. ആ ശംസുൽ ഉലമക്ക് രോഗം വന്നപ്പോ, ഓപ്പറേഷൻ വിധിക്കപ്പെട്ടപ്പോ ശംസുൽ ഉലമന്റെ നേരെ ചെന്നല്ലേ മുത്തുപേട്ടയിലേക്ക്, തമിഴ്നാട്ടിൽ തഞ്ചാവൂരിലെ മുത്തുപേട്ടയിലേക്ക് ചെന്നല്ലേ ശംസുൽ ഉലമ? അവിടെ പോയി കരഞ്ഞില്ലേ? സങ്കടം പറഞ്ഞില്ലേ? നിങ്ങൾ ഇന്നും മുത്തുപേട്ടയിൽ ചെന്ന് നോക്കൂ, അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ശൈഖുനാ ശംസുൽ ഉലമ പാടിയ പദ്യങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മരണപ്പെട്ടുപോയ മഹാനായ മുത്തുപേട്ടയിൽ മറപ്പെട്ട് കിടപ്പുള്ള മഹാനവരുകൾ വിളിച്ചുകൊണ്ട് ശംസുൽ ഉലമ പൊട്ടിക്കരഞ്ഞുപോയില്ലേ? പറയേണ്ടവരില്ലേ മുസ്ലിമീങ്ങളെ, ശംസുൽ ഉലമ കാഫിറാണ്. പറയാൻ കഴിയോ നമുക്ക്? എത്ര വലിയ ഗുരുതരമായൊരു ആരോപണമാണിത്. കഴിഞ്ഞുപോയ ആലിമീങ്ങൾ, കഴിഞ്ഞുപോയ മഹത്തുക്കളൊക്കെ ചെയ്തൊരു രീതിയല്ലേ അല്ലാഹുവിന്റെ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് അല്ലാഹു അവർക്ക് നൽകുന്ന കഴിവുകൊണ്ട് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ അവരോട് സഹായം തേടുക. എന്നിട്ട് ഇതൊക്കെ ഷിർക്കാണെന്ന് പറഞ്ഞടക്കം ചെയ്യുക. എന്നിട്ട് പറഞ്ഞാലോ ഇല്ല, ഞങ്ങൾ ദഅവത്ത് മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ, വേറൊന്നുമില്ല. അത് ആദ്യം ഇറങ്ങുന്നവരൊക്കെ അങ്ങനെ തന്നെ പറയാ. പിന്നെങ്ങനെ അതിലേക്കാണ് പോയാൽ പറയല്ല, എഴുതുക ചെയ്യും. അതവിടെ വായിച്ചു. നേരത്തെ തബ്ലീഗ് ജമാഅത്തിന്റെ തനി നിറമാണ് ബഹുമാനായ എം ടി ഉസ്താദിന്റെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് വായിച്ചത്. നമുക്ക് എത്രയോ ആളുകൾ അറിയാം. അവരുടെ കൂട്ടത്തിൽ കടുത്ത വഹാബികളായി ജീവിക്കുന്ന തബ്ലീഗ് ജമാഅത്തുണ്ട്. ഇപ്പോഴുള്ള ആൾക്കാർ നമുക്കറിയാം, ഇഷ്ടം പോലെയുണ്ട്. എനിക്കോർമ്മയുണ്ട്, ഞാൻ ഒരു പള്ളിവലി സമയത്ത് നബിദിനമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ അവിടുത്തെ നേതാവിന്റെ വീട്ടിൽ പോയി, നബിദിനാണ്,
അവരെല്ലാ വീട്ടിലും കയറി ഇവർക്കത് അറിയില്ല. ആ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ എടുത്തു വയ്ക്കുന്നത് നബിദിനാഘോഷം ഷിർക്കാണെന്നാ. ഇയാൾക്ക് എന്താ ഷിർക്ക് എന്ന് തന്നെ അറിയില്ല. പിന്നെ അയാൾ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഷിർക്ക് എന്ന് പറഞ്ഞു. ഷിർക്ക് പറഞ്ഞ ബഹുദൈവ വിശ്വാസം. അത് ഷിർക്ക്? അത് ഷിർക്കിന്റെ അർത്ഥമല്ലേ? നിർവചനം എന്താ? അതൊന്നും അറിയില്ല. എന്നിട്ട് ഇതൊക്കെ ഷിർക്കാണ്, നബിദിനാഘോഷം ഷിർക്കാണ്. അപ്പൊ അതൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വന്നോളൂ, ചോദിച്ചോളൂ. അതാണ് ചെയ്യേണ്ടത്. സംശയങ്ങൾ തീർക്കല. ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു നടക്കരുത്. അറിയാത്തവർക്ക് പഠിക്കാനാണ് ഈ വേദി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് പറഞ്ഞു നടക്കരുത്, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇവരെ വലിയ തന്ത്രമാണത്. നിങ്ങൾക്ക് അങ്ങനെ വാദം അല്ല, അതൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ അല്ലല്ല, അതൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾ ദഅവത്താണ്. ഒരു തബ്ലീഗ് ജമാഅത്തിലാണ് ശരിക്കും ലയിച്ചു പോകുമ്പോഴാണ് ഈ പറയുന്ന വാദങ്ങളൊക്കെ ഉള്ളിലൂടെ ഇങ്ങനെ വരാൻ തുടങ്ങുക. അതുകൊണ്ട് അറിയാതെ പെട്ടുപോയ സഹോദരന്മാരോട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾക്കുള്ള സുവർണാവസരമാണ് വന്നെങ്കിൽ ചോദിക്കാം. അത് തബ്ലീഗായാലും കുഴപ്പമില്ല, മുജജമയായാലും കുഴപ്പമില്ല, ഏതായാലും അവർക്ക് വരാം. വന്ന് ചോദിക്കാനുള്ള അവസരമാണ്. ഇല്ലെങ്കിൽ ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സമയം വരെ വൈകിയിട്ടുണ്ട്. വല്ലവരുമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വല്ലവരുണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്ത് പിരിയാണ്. സമയത്തിന്റെ പരിമിതി മാനിക്കുന്നു. വല്ലവരുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാം. അത് മുജജ്ജമ തബ്ലീഗാദികൾ ആർക്കും ആവാം. ഉണ്ടോ? ഇല്ലെങ്കിൽ എല്ലാവരും എണീറ്റുന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മായി ബന്ധപ്പെട്ട വല്ല ചോദ്യങ്ങളും ചോദിക്കാൻ ആരെങ്കിലും വരിക, ഇല്ലെങ്കിൽ നമ്മൾ സ്വലാത്തിൽ ദുആ ചെയ്ത് പിരിയാണ്. ഉണ്ടെങ്കിൽ വേഗം വരും. അതെ, ധാരാളം ആളുകൾ നമ്മൾ സഹായിച്ച് ഒരുപാട് നടത്താൻ ഭംഗിയായി നടത്താൻ ഈ വേദി, ഈ സ്ഥലം ഒരുക്കി തന്നവർ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ധാരാളം ആളുകൾ, നമ്മുടെ യൂനുസ് ഫൈസിയുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു സംവിധാനമാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന SKSSFന്റെ ഓൺലൈൻ സംവിധാനം. സർട്ടിഫിക്കറ്റ് നടത്തുന്നു. മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ, നെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഗുണം നിങ്ങൾക്ക് എപ്പോഴും ഇതുപോലുള്ള ഒട്ടേറെ വേദികൾ ഇത്തരം കാണാനും കേൾക്കാനുള്ള അവസരം ഉണ്ടാകും. ഈ പരിപാടി തുടക്കത്തിൽ തീരുമാനിച്ചേരാം. നമ്മൾ തബ്ലീഗ് ജമാഅത്ത് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു പറഞ്ഞിട്ട് കുറച്ച് അവരുടെ വാദങ്ങൾ വെച്ചിട്ട് ഒരു ഫ്ലെക്സ് ഇറക്കിയിരുന്നു. അപ്പൊ തുടക്കത്തില് പ്രവാചകൻ അത്തഹിയാത്തിൽ പ്രവാചകന്റെ പേര് പറയുന്നേരം, പ്രവാചകനെ ഓർക്കുന്നേരം അത് കഴുതയെ ഓർക്കുന്നതാണ് എന്നുള്ള ഒരു ഇത് വെച്ചേരം ഭയങ്കര വിവാദമായിരുന്നു അവിടെ. അങ്ങനെ ഒരു വാദം തബ്ലീഗ് ജമാഅത്തിന് ഇല്ല എന്ന് വരെ അവർ പറഞ്ഞിരുന്നു. അപ്പോ അതിന്റെ സത്യാവസ്ഥ ഇവിടെ ഒന്ന് നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് വിവരിക്കണമെന്ന് അറിയിക്കും. അത് നേരത്തോടെ ബഹുമാനോട് MT ബക്കർ പറഞ്ഞ വിഷയമാണ്. ഞാൻ വൈകിട്ടെത്തിയത് പറഞ്ഞത്. ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ MT സാറോട് വിശദീകരിച്ചു, അങ്ങനെ ഒരു വാദം ഇല്ല എന്ന് ദൂരത്തുനിന്ന് കേൾക്കുന്ന എന്താണുള്ളതെന്ന് ഇവിടെ ബഹുമാന MT ബക്കർ ശരിയായ രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വല്ല തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പറയാം, ഉസ്താദ് വിശദീകരിച്ച മാതിരി കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി പറയാം. നമ്മൾ പറഞ്ഞ വിഷയം പറയേണ്ട ആവശ്യമില്ലല്ലോ. അസ്സലാമു അലൈക്കും. എന്തും ചോദിക്കാന്ന് പറയാൻ കൊണ്ട് ചോദിക്കാണ്, ഈ നൂരിഷ തരീഖത്ത് എന്തുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത്? നമ്മള് ഇവിടെ പറഞ്ഞു മുജാഹിദ് ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത്, അങ്ങനെയുള്ള പുത്തൻ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നൂരിഷ തരീഖത്ത് പോലുള്ള തരീഖത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ നിങ്ങളെ സംസ്ഥാന പ്രവർത്തകനാണല്ലേ എതിർക്കപ്പെടുന്നുണ്ടോ? ഓക്കെ, അത് മുമ്പ് സംസ്ഥാന ജമിയത്തിന് തീരുമാനമെടുത്താണ്, പഴയ തരീഖത്ത് മുമ്പ് തീരുമാനമെടുത്താണ്. ഇനി അത് എന്തൊക്കെയാണെന്നുള്ള വേണമെങ്കിൽ പിന്നീട് ഒരു വേദി അതിന് വെച്ച് വിശദീകരിക്കാം. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാൽ തീരാൻ കഴിയില്ല. എതിർക്കപ്പെടുന്നുണ്ടോ? എതിർക്കപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാരണം? അല്ല, നമ്മൾ സംസ്ഥാന പ്രവർത്തകന്മാരാണല്ലോ, സമസ്ത തീരുമാനം എടുത്തിന് മനസ്സിലാക്കിയത്. നമ്മള് നൂരിഷ തരീഖത്ത് എന്നുള്ളത് അവിടെ ഇരിക്കും. അവിടെ നിങ്ങളെ ചോദ്യത്തിന് മറുപടി അറിയുന്നത് വൈക്കം കൊടുക്കും. നൂരിഷ തരീഖത്തിന്റെ സ്ഥാപകൻ ആരാന്നറിയോ? നൂരിഷ തങ്ങളാണ്. അയാൾ ഹൈദരാബാദുകാരനാണ്. അയാൾക്ക് അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു പുസ്തകമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രഹസ്യങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകം. അതിന്റെ 14-ാമത്തെ പേജിൽ പറയാണ്,
മഹാന്മാരോട് സഹായം ചോദിക്കല്, അവരെ കൊണ്ട് ബർക്കത്തെടുക്കല് ഇത്യാദി കാര്യങ്ങൾ ശിർക്കാണെന്ന് ചില ആളുകൾ പറയുന്നു. എന്നാൽ ശിർക്കാന്ന് പറയണ്ട, പക്ഷേ അതൊക്കെ കടുത്ത ഹറാമായ കാര്യങ്ങളാണ്. അഅ്മാൽ മുത്തസക്കിറ സദർ ശിർക്ക് രഹി ഹേ ബൽക്കെ ഹറാം ഹേ മംനുഅ ഹേ. മേൽപ്പറയപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം ശിർക്കാണെന്ന വാദം വേണ്ട, പക്ഷെ അതൊക്കെ നിഷിദ്ധങ്ങളായ ഹറാമായ കാര്യങ്ങളാണ്. ഇത് സുന്നത്യമായതിന്റെ വാദ ഇയാള് തരീക്കത്തരാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും സമയം അതിനാവശ്യം വരും. അതുകൊണ്ടാണ് മുസ്തഫ സലീം പറഞ്ഞത്. അതിന്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞപ്പോ നിർത്താം. പിന്നെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വേദി നമുക്ക് ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്താം. ദുആ ചെയ്യാൻ പോയാണ്. ഒരുപാട് ആളുകൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഡിവിന്നർ അബൂ സുഫ്വാൻ തങ്ങൾ, ഷാഹുൽ ഹമീദ് തങ്ങൾ, ക്ലാസ് റൂമിലേക്ക് അബൂ സുഫ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തങ്ങൾ, അദ്ദേഹത്തിന്റെ കുട്ടി ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ എന്നോട് ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന്റെ പ്രയാസം നമുക്കറിയാം. ഒരു മകൻ നഷ്ടപ്പെടുമ്പോഴുള്ള പ്രയാസം നമുക്കറിയാം. വളരെ വേദനയുണ്ടാകുന്ന കാര്യമാണ്. ഒരുപാട് കാലം ആഗ്രഹിച്ചൊരു കുട്ടി ഉണ്ടാകുക എന്നുള്ള സന്തോഷം, ആ കുട്ടി മരണപ്പെടുക എന്ന് പറയുമ്പോഴുള്ള പ്രയാസം നമുക്കറിയാം. ആ കുടുംബത്തിന്റെ വേദനയൊക്കെ നമുക്കറിയാം. ഷാഹുൽ ഹമീദ് തങ്ങൾ എന്റെ ദർസിലേക്ക് ഒരു കാലത്ത് പഠിച്ച വിദ്യാർത്ഥി കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങൾ സ്ഥിരമാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ അബൂ സുഫ്വാൻ എന്ന പേരിൽ ഐഡിയയിൽ അറിയപ്പെടുന്ന ആൾ കൂടിയാണ്. അള്ളാഹു ആ കുടുംബത്തിന്റെ വേദനയും പ്രയാസമൊക്കെ അള്ളാഹുവിനെ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകണേ റഹ്മാനെ, സബ്ർ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ നീ എടുത്ത ആ കുട്ടിക്ക് പകരം അള്ളാഹുവെ സാലിഹായ സന്താനത്ത് നൽകണേ റഹ്മാനെ, സാലിഹായ സന്താനത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ അവരുടെ ഈ ക്ഷമക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ.